ആരോഗ്യവകുപ്പിന്റെ വീഴ്ചകൾ ഇനി ആരും അറിയരുത്. നാണക്കേട് മറയ്ക്കാൻ ഉദ്യോഗസ്ഥരുടെ വായടപ്പിക്കുക എന്ന തന്ത്രവുമായി ഈ വൈകിയ വേളയിൽ ഒരു വിവാദ സർക്കുലർ പുറത്തിറങ്ങിയിരിക്കുകയാണ്. സംഗതി നിസ്സാരമല്ല. സകല മന്ത്രിമാർക്കും MLA-മാർക്കും ഇന്ന് AKG സെന്ററിൽ നിന്നും കൃത്യമായ ഒരു ക്യാപ്സ്യൂൾ നിർദ്ദേശം പോയിട്ടുണ്ട്. കാര്യങ്ങൾ കൈവിട്ടു പോയി എന്ന് പാർട്ടിക്കറിയാം. അതുകൊണ്ട് താഴെത്തട്ടിൽ അടിയന്തരമായി പ്രശ്നങ്ങൾ പരിഹരിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ വാ തുറന്നാൽ പാർട്ടി എഴുതി തന്ന തിരക്കഥയ്ക്കപ്പുറം ഒരക്ഷരം പോലും മിണ്ടിപ്പോകരുത്. ഇന്ന് AKG സെന്ററിൽ നികേഷ് കുമാറിനെ ചൊല്ലിയുള്ള തർക്കങ്ങളും പടലപ്പിണക്കങ്ങളും പുകയുന്നുണ്ടെങ്കിലും അവരെല്ലാം ആഞ്ഞു പണിയെടുക്കുകയാണ്. കാരണം വരി തെറ്റിയാൽ കടക്കുപുറത്ത് എന്ന് മുഖ്യമന്ത്രിയുടെ ആ പഴയ ആണി തങ്ങളുടെ മേൽ വീഴുമെന്ന് ഓരോ CPM കൂട്ടങ്ങൾക്കും കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് ഇന്ന് ഒരേ ട്യൂണിൽ സംസാരിക്കുന്ന മന്ത്രിമാരെ നമ്മൾ കണ്ടത്. ഒരാൾ ആരോഗ്യ വകുപ്പിനെ വെന്റിലേറ്ററിലാക്കിയ വീണ ജോർജ്, മറ്റൊരാൾ മന്ത്രി MB രാജേഷ്. രണ്ടുപേരും ഇന്ന് ഒരേ വാദമാണ് ഉയർത്തുന്നത്. സുനിൽ കനുകൂലുവിന്റെ റിപ്പോർട്ടിൽ ഭരണവിരുദ്ധ വികാരമില്ലത്രേ. അതുകൊണ്ട് പേടിച്ചാണ് കോൺഗ്രസ് ഇപ്പോൾ ഇല്ലാത്ത പ്രശ്നങ്ങൾ പെരുപ്പിച്ചു കാട്ടുന്നതെന്ന് അവർ ആവർത്തിക്കുകയാണ്. എന്നാൽ ഭരണകൂടത്തിന്റെ ഈ പുകമറയെ പാടെ പൊളിച്ചുകൊണ്ടാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് ഒരു ഒറ്റപ്പെട്ട സംഭവമാണെന്ന സർക്കാരിന്റെ വാദത്തെ അദ്ദേഹം കണക്കുകൾ നിരത്തി നേരിടുകയാണ്. സമാനമായ 43 കേസുകൾ ഇപ്പോൾ തന്നെ ഉണ്ടെന്ന് തിരുവഞ്ചൂർ തുറന്നടിക്കുമ്പോൾ സർക്കാരിന്റെ പ്രതിരോധം പാളുകയാണ്. ഓരോ വീഴ്ചയും മറച്ചുപിടിക്കാൻ ശ്രമിക്കുമ്പോഴും സത്യം പുറത്തു വരികയാണ്. യഥാർത്ഥത്തിൽ ഈ പുതിയ സർക്കുലർ ഒരു താക്കീതാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടറെ പോലെ ഇനിയാരും സർക്കാരിന്റെ വീഴ്ചകൾക്കെതിരെ വായ തുറക്കരുത് എന്ന കടുത്ത ഭീഷണി. പിഴവുകൾ തിരുത്തുന്നതിന് പകരം അത് പുറം ലോകം അറിയാതിരിക്കാൻ ഉദ്യോഗസ്ഥരുടെ നാവടപ്പിക്കുന്ന ഈ രീതിയിലൂടെ യഥാർത്ഥത്തിൽ ആരാണ് പേടിച്ചിരിക്കുന്നതെന്ന് ജനങ്ങൾക്ക് ഈ ഒറ്റ സർക്കുലറിലൂടെ വ്യക്തമായി മനസ്സിലാക്കാം. തിരുവഞ്ചൂർ മാധ്യമങ്ങളെ കണ്ടതിന്റെ വീഡിയോ കാണാം. ആരോഗ്യമന്ത്രിയുടെ വസതിയിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് അവർ റീത്ത് വെക്കുന്നു, സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തകർത്തു മുന്നോട്ട് പോകുന്നു. എങ്ങനെ കാണുന്നു ഈ വിഷയത്തെ? ഇതിൽ എന്ത് നടപടിയാണ്? ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്നുള്ള ആവശ്യമാണോ കോൺഗ്രസ്? ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് സത്യം പറഞ്ഞാൽ എന്തെങ്കിലും ഒരു ഉത്തരവാദിത്തം വേണ്ടേ? ഈ സംഭവം ഉണ്ടായതിനു ശേഷം അവർ പ്രോപ്പറായിട്ട് റിയാക്ട് ചെയ്തോ? എല്ലാം ഒറ്റപ്പെട്ട സംഭവം, ഒന്നല്ലേ നടന്നുള്ളൂ എന്നൊരു മട്ടിലാണ്. ഒന്നിൽ കൂടുതൽ നടന്നാലേ അതിൽ ശരിയാകൂ എന്നൊരു നിലയിലോട്ട് ഇതെടുക്കാൻ പറ്റുമോ? ഒരു പാവപ്പെട്ട സ്ത്രീ, അവരുടെ കരച്ചിൽ നമ്മൾ കണ്ടതല്ലേ. അവരുടെ വയറ്റിൽ കത്രികയായിട്ട് അവർ 5 വർഷക്കാലം നടന്നു. വൈക്കേറിയസ് ലൈബിലിറ്റി ഇല്ലേ? ഒരു ഗവൺമെൻറ്റിൻ്റെ വൈക്കേറിയസ് ലൈബിലിറ്റി ഉണ്ടല്ലോ. ഒരു സർക്കാർ ഉദ്യോഗസ്ഥൻ ചെയ്യുന്ന പ്രവർത്തനത്തിന് സർക്കാരിനും ഒരു ബാധ്യതയുണ്ടല്ലോ. അല്ലെങ്കിൽ ഇല്ലെന്ന് അവർ വാദിക്കട്ടെ. എന്നിട്ട് എന്ത് ചെയ്തു? അവർക്ക് ഓപ്പറേഷൻ നടത്താനായിട്ട് ചെയ്തോ? ഈ കത്തി പുറത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിയോ? അവരുടെ ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള എന്തെങ്കിലും നടപടിയെടുത്തോ? 5 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഈ കണ്ണു തുറക്കുന്നത്. ഒരു നിലയിലും നമുക്ക് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. നിഷ്ഠൂരമായ നടപടി എന്ന് പറയുന്നതായിരിക്കും ശരി. സർക്കാരിന്റെ കാലത്ത് ആരോഗ്യമന്ത്രി അന്വേഷണത്തിന് ഉത്തരവിട്ട് റിപ്പോർട്ട് തേടിയത് 43 കേസുകളിലാണ്. എന്നാൽ ബാക്കിയുള്ള കേസുകളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാകാൻ കഴിയില്ല എന്നൊരു വിവരാവകാശ രേഖയാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ നിരന്തരം ഇത് തന്നെ ആവർത്തിക്കപ്പെടുക. അതാണ് ഞാൻ പറഞ്ഞത്. 43 ഒറ്റപ്പെട്ട സംഭവങ്ങളുണ്ടായി. ഞാൻ ചോദിച്ചു ആർക്കത് പറയാൻ പറ്റുക? 43 എല്ലാം ഒറ്റപ്പെട്ട സംഭവം. ഒരു കാര്യം ഇങ്ങോട്ട് വന്ന ഉടനെ അന്വേഷണത്തിന് ഉത്തരവിട്ട് എന്ന് ഉറക്കെ പറയും. റിപ്പോർട്ട് എവിടെ പോയെന്ന് ചോദിക്കത്തുമില്ല. തുടർ നടപടിയെക്കുറിച്ച് ആലോചിച്ചിട്ടുമില്ല. സാധാരണഗതിയിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ റിപ്പോർട്ട് മേടിക്കണ്ടേ? അതിന് ആക്ഷൻ ടേക്കണില്ലേ? അതിനുശേഷം നടപടിയായിട്ട് പോകണ്ടേ? അതൊന്നും നടന്നതായിട്ട് നമുക്കാർക്കും അറിയില്ല. അപ്പോൾ ഒരു കാര്യം വരിക, അന്വേഷണത്തിന് ഉത്തരവിട്ടു എന്ന് പറയുക, എന്നിട്ട് തൽക്കാലത്തേക്ക് തടി തപ്പുക. 43 പ്രാവശ്യമായി അങ്ങനെ തടി തപ്പി. ഒരു ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഈ ഡോക്ടർമാരുടെ എണ്ണത്തിലെ ഉദ്യോഗസ്ഥരുടെയൊക്കെ സ്റ്റാഫുകളുടെയൊക്കെ എണ്ണത്തിലെ കുറവ് കൂടി ഇതിനൊരു ബാധകല്ലേ? ഡോക്ടർമാർ വീഴ്ചയ്ക്ക് അപ്പുറത്തേക്ക് പല ഘട്ടത്തിലും ഈ ആളുകളുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ട്. കൃത്യമായ ആവശ്യത്തിനുള്ള സ്റ്റാഫുകളില്ല എന്നൊരു ആക്ഷേപം പല ഘട്ടത്തിലും ഡോക്ടർമാരും KGM അടക്കമുള്ള സംഘടനകൾ ഉന്നയിക്കുന്നുണ്ട്. അതും ഒരു ഘടകമല്ലേ? എണ്ണത്തിൽ കുറവ്. ഇപ്പോൾ ഈ പറഞ്ഞ പർട്ടിക്കുലർ കേസ് എണ്ണത്തിൻ്റെ പ്രശ്നമല്ല, അത് ഡെർലിക്ഷൻ ഓഫ് ഡ്യൂട്ടിയാണ്. ഒരു ഉത്തരവാദിത്ത രഹിതമായിട്ടുള്ള പെരുമാറ്റമാണ്. അതിന് ആദ്യം ചെയ്യേണ്ടത് അവരുടെ ജീവൻ രക്ഷിക്കാനുള്ള നടപടിയാണ്. അതോടൊപ്പം തന്നെ ചെയ്യേണ്ടത് ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾക്കെതിരെയുള്ള മേൽ നടപടിയാണ്. ഇത് രണ്ടും ഉണ്ടായില്ലല്ലോ. ഈ 2 കാര്യങ്ങളും ഉണ്ടായിട്ടേ ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ഒരു ശബ്ദഘോഷം ഉണ്ടാക്കിയും അതോടൊപ്പം വർത്തമാനം പറഞ്ഞും ഈ കാര്യങ്ങൾ ഡിസ്റ്റോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയുള്ള പരിശ്രമം നടന്നതല്ലാതെ
യഥാർത്ഥത്തിൽ ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി 5 കൊല്ലക്കാലമായി ഈ ഗവൺമെൻറ് എന്താ ചെയ്തത്? നിലവിലിപ്പോൾ അന്ന് അവിടെ ഗൈനക്കുണ്ടായിരുന്ന ലളിതാംബിക ഡോക്ടർ മാത്രമാണ് കേസിലെ പ്രതി. മാത്രമല്ല FIR രജിസ്റ്റർ ചെയ്തത് 2021 സംഭവം 2026 രേഖപ്പെടുത്തിയിരിക്കുന്നത്. പോലീസിന്റെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ട്. ഇങ്ങനെ ഒത്തിരി ഉണ്ടാകാം. ഞാൻ അതിൻ്റെ വിശദാംശം നോക്കിയിട്ടില്ല. ഒരു ഇൻവെസ്റ്റിഗേഷൻ നടക്കേണ്ട കാര്യമാണ്. സ്വാഭാവികമായിട്ട് അതിനകത്തെ ഈ തെറ്റുകളൊക്കെ കണ്ടെത്തും. ഇവിടെ ഇപ്പോൾ വരുന്ന സമാധാനം പറയുന്നത് എന്താ? ഇതൊക്കെ ഒറ്റപ്പെട്ട സംഭവമാണ്, ഇങ്ങനെ അതിൻ്റെ അർത്ഥം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുമെന്നാണ്. ഞാൻ ആ ഡോക്ടറെക്കുറിച്ച് എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ ഒരു വാർത്ത വായിച്ചപ്പോൾ എനിക്ക് സഹതാപം തോന്നി. ആ കത്തി 5 വർഷമല്ല, എത്ര കാലം ജീവിതം മുഴുവൻ അവിടെ ഇരുന്നാലും ഒരു കുഴപ്പവുമില്ല എന്നാണ് ആ ഡോക്ടർ പറഞ്ഞതായിട്ട് ഞാൻ ഇന്ന് മാധ്യമങ്ങളിലൂടെ മനസ്സിലാക്കുന്നത്. അത് ശരിയാണോ? അത് മനുഷ്യത്വപരമായ സമീപനമാണോ? അങ്ങനെ അബദ്ധമെങ്കിൽ അബദ്ധം, പക്ഷേ അതൊന്ന് കറക്റ്റ് ചെയ്യണ്ടേ? അതിനുവേണ്ടിയുള്ള നടപടി എടുക്കണ്ടേ? ഈ പാവപ്പെട്ട സ്ത്രീ അതിൽ നിന്ന് മോചിപ്പിക്കണ്ടേ? അവർക്കൊരു കുടുംബമില്ലേ? മാത്രമല്ല, ഇത് നമ്മുടെ നാട്ടിൽ നമുക്ക് അനുവദനീയമാണോ? ഓപ്പറേഷൻ നടത്തുന്ന സാധനം ഓപ്പറേഷൻ നടത്തിയ വ്യക്തിയുടെ തന്നെ വയറ്റിനകത്ത് അത് വെച്ച് ഞങ്ങളിത് കണ്ടില്ല കേട്ടില്ല എന്ന് നിരപരാധിത്വം നടിക്കുന്നത് ശരിയാണോ?